ഉമ്മ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി തരുമോ? അതിനെന്താ, ഉണ്ടാക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ ഇന്നുള്ള സാധനങ്ങൾ വെച്ച് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം. നല്ല ചൂടുള്ള ചോറ് വാട്ടിയ വാഴയുടെ ഇലയിലിടാം. പിന്നെ പയറുതോരൻ, മുട്ട വറുത്തത്, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ മത്തി പീര വറ്റിച്ചത്, പിന്നെ എന്താ നമ്മളെ വീട്ടിലുള്ളത്, പുളിയിഞ്ചി, പിന്നെ വെണ്ടക്കായ വറുത്തത്. വെണ്ടക്കായ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടാ. പിന്നെ വടുകപ്പുളി, നാരങ്ങ, പിന്നെ പപ്പടം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി എല്ലാം നമ്മൾ മടക്കി പൊതിച്ചോറാക്കിയിട്ട് എടുത്തു വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഇലയുടെ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ആ ചോറിലേക്ക് ഇറങ്ങുള്ളൂ. എന്നിട്ട് പിന്നെ അത് എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അത് തുറക്കുമ്പോൾ ഒരു മണം വരും, രക്ഷയില്ലാത്ത മണമാണത്. അപ്പോൾ എന്നിട്ട് നമുക്ക് പൊതിഞ്ഞ് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് കഴിക്കാം. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഇന്ന് ഒരു മീൻ കറി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. കേര നാളികേരമൊക്കെ അരച്ച് കുടംപുളി ഇട്ടിട്ട് വേവിച്ചത്. അപ്പോൾ അതും കൂടെ ആയിട്ട് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഉണ്ടാക്കി വെക്ക്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.